ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്വത്ത് എന്ന് കേൾക്കുമ്പം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ ആദ്യം വരുന്നത്? ഒരു വീട്, അല്ലെങ്കിൽ ഒരു കാറ്, കുറച്ചു പണം, അല്ലേ? പക്ഷേ നിയമം ഈ വാക്കിനെ കാണുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിലാണ്. അപ്പൊ എന്താണ് നിയമത്തിന്റെ കണ്ണില് ഈ സ്വത്ത് എന്ന് പറയുന്നത്? നമുക്കതൊന്ന് നോക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നാം, അല്ലേ? നമ്മുടെ വീട്, കാറ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ, അതൊക്കെ തന്നെ. പക്ഷേ നിയമത്തിന്റെ കാഴ്ചപ്പാടില് ഇതത്ര ലളിതമായ ഒന്നല്ല. അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമായി വരുന്നത്. ഈയൊരു വാചകം നോക്കൂ. ഇത് നമ്മൾ ചിന്തിച്ചതിനെ മൊത്തത്തിലൊന്ന് മാറ്റിമറിക്കും. സ്വത്ത് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, മറിച്ച് നിയമം നമുക്ക് ആ വസ്തുവിന്മേൽ നൽകുന്ന അവകാശമാണ് എന്നാണ് ഇത് പറയുന്നത്. ഈയൊരു ഐഡിയയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പോ നിയമം എങ്ങനെയാണ് ഈ സ്വത്തിനെ കാണുന്നത്? അതിനൊരു കിടിലൻ ഉപമയുണ്ട്. അവകാശങ്ങളുടെ ഒരു കെട്ട്, അല്ലെങ്കിൽ എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയും. ഈ ഒരൊറ്റ ആശയം മനസ്സിലാക്കിയാൽ മതി, സ്വത്തിനെക്കുറിച്ചുള്ള നിയമം മുഴുവൻ നമുക്ക് എളുപ്പത്തിൽ പിടികിട്ടും. അപ്പോ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വസ്തു മാത്രമല്ല, ആ വസ്തുവിന്മേൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവകാശങ്ങളെയാണ് അങ്ങനെ പറയുന്നത്. അതായത് നമ്മുടെ ശ്രദ്ധ ആ വസ്തുവിൽ നിന്ന് അതിന്മേലുള്ള അവകാശത്തിലേക്ക് മാറുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ അവകാശങ്ങളെ ഒരു വിറകുകെട്ട് പോലെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാം. അതിലെ ഓരോ വിറകും ഓരോ തരം അവകാശമാണ്. നിങ്ങൾക്ക് ആ കെട്ട് മുഴുവനായി കയ്യിൽ വെക്കാം. അതാണ് പൂർണ്ണമായ ഉടമസ്ഥാവകാശം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഓരോ വിറകായി, അതായത് ഓരോ അവകാശമായി മറ്റുള്ളവർക്ക് നൽകാനും പറ്റും. അപ്പെ എന്തൊക്കെയാണ് ഈ കെട്ടിലെ പ്രധാനപ്പെട്ട വിറകുകൾ? 1. അത് കൈവശം വെക്കാനുള്ള അവകാശം, അതായത് പൊസഷൻ. 2. അത് ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള അവകാശം. പിന്നെ അത് വിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറാനുള്ള അവകാശം. എന്തിന്? നിയമം അനുവദിക്കുകയാണെങ്കിൽ അത് നശിപ്പിക്കാൻ പോലും അവകാശമുണ്ട്. പക്ഷേ ഈ അവകാശങ്ങളെല്ലാം ഒരുപോലെയല്ല കേട്ടോ. അവയ്ക്കൊരു ഓർഡറുണ്ട്. അതില് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏറ്റവും ശക്തമായ അവകാശം ഏതാണെന്ന് നോക്കാം. അതാണ് ഉടമസ്ഥാവകാശം. നമ്മുടെ ഈ വിറക് കെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെല്ലാ അവകാശങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഒരൊറ്റ അവകാശം, അതാണ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം. ഉടമസ്ഥാവകാശം എന്ന് വെച്ചാൽ ആ സ്വത്തിന്മേലുള്ള ഏറ്റവും പൂർണ്ണമായ അധികാരം എന്നാണ് അർത്ഥം. ഈ ശേഷിക്കുന്ന താൽപ്പര്യം അല്ലെങ്കിൽ റെസിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളുടെ വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്താലും ആ വാടകക്കാലം കഴിയുമ്പോൾ എല്ലാ അവകാശങ്ങളും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുമല്ലോ. ആത്യന്തികമായി അതിന്റെ എല്ലാം ഉടമ നിങ്ങളാണ്. അതാണ് ഈ ആശയം. ഓക്കെ, അപ്പോൾ ഉടമസ്ഥാവകാശം എന്ന മുഴുവൻ കെട്ടും നമ്മൾ കണ്ടു. ഇനി അതിൽ നിന്ന് ഊരിയെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചെറിയ വിറകുകളെ, അതായത് ചെറിയ അവകാശങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് പ്രധാന വ്യത്യാസം. ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഒരു സ്വത്തിന്മേലുള്ള പൂർണ്ണ അധികാരമാണ്. എന്നാൽ മറ്റു ചെറിയ അവകാശങ്ങളുണ്ടല്ലോ, അവ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി മാത്രമുള്ളതും വളരെ പരിമിതവുമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവയെല്ലാം ഉടമയുടെ പൂർണ്ണ അധികാരത്തിന്മേലുള്ള ചെറിയ ചില നിയന്ത്രണങ്ങൾ മാത്രമാണ്. ഇതിൽ ആദ്യത്തേതാണ് കൈവശാവകാശം. ശ്രദ്ധിക്കണം, ഇത് ഉടമസ്ഥതയല്ല, വെറും ഫിസിക്കൽ കൺട്രോൾ മാത്രമാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഒരു വാടകക്കാരനാണ്. അയാൾക്ക് ആ വീട്ടിൽ താമസിക്കാം, അതുപയോഗിക്കാം, പക്ഷെ അതിന്റെ ഉടമ അയാളല്ല. അടുത്തത് പണയാവകാശം അല്ലെങ്കിൽ മോർട്ട്ഗേജ് റൈറ്റ്. നമ്മളൊക്കെ ഹോം ലോൺ എടുക്കാറില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അവകാശങ്ങളുടെ കെട്ടിൽ നിന്ന് ഒരു ചെറിയ അവകാശം നമ്മൾ ബാങ്കിന് ഈടായി നൽകുകയാണ്. ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ആ അവകാശം ഉപയോഗിച്ച് ബാങ്കിന് ആ വീട് വിൽക്കാനും അവരുടെ പണം തിരിച്ചുപിടിക്കാനും സാധിക്കും. പാട്ടക്കാരന്റെ അവകാശം അല്ലെങ്കിൽ ലെസീസ് റൈറ്റ്, ഇത് നമ്മുടെ ആ അവകാശക്കെട്ടിൽ നിന്ന് ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു വിറക് നമ്മൾ താൽക്കാലികമായി മറ്റൊരാൾക്ക് നൽകുന്നതിന് തുല്യമാണ്. അതിനൊരു പ്രതിഫലമായിട്ടാണ് അവർ വാടക നൽകുന്നത്. ഇത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒന്നാണ്, വഴിയവകാശം. നമ്മുടെ പുരയിടത്തിലൂടെ അയൽവാസിക്ക് നടന്നുപോകാൻ നമ്മളൊരു വഴി കൊടുക്കുന്നതുപോലെ. അവിടെ നമ്മുടെ ഭൂമിയിന്മേൽ അവർക്ക് വളരെ പരിമിതമായ ആ വഴി ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു അവകാശം ലഭിക്കുകയാണ്. ഇതിനെയാണ് ഈസ്മെന്റ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പലതരം അവകാശങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വത്ത് എന്നത് ഒരു ഒറ്റപ്പെട്ട വസ്തു അല്ലാതായി മാറുന്നു. പകരം
അത് വളരെ സങ്കീർണമായ ഒരു നെറ്റ്വർക്ക്, ഒരു വലയായി മാറുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത തവണ നിങ്ങൾ സ്വത്ത് എന്ന് കേൾക്കുമ്പോൾ ഒരു വീടിന്റെയോ കാറിന്റെയോ ചിത്രം ഓർക്കുന്നതിന് പകരം ആ വസ്തുവിന് ചുറ്റും നിയമം കൊണ്ട് നെയ്തെടുത്ത സങ്കീർണമായ ഒരു അവകാശങ്ങളുടെ വലയെക്കുറിച്ച് ഓർക്കുക. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഫോണില്ലേ, അതിന്റെ യഥാർത്ഥ അവകാശികൾ ആരൊക്കെയാണ്? നിങ്ങൾക്കാണോ അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം? അതോ നിങ്ങളത് EMIക്കെടുത്ത ബാങ്കിന് അതിൽ അവകാശമുണ്ടോ? നിങ്ങളുടെ സിം കാർഡ് തന്ന മൊബൈൽ കമ്പനിക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? നമ്മളിപ്പോൾ പഠിച്ച ഈ നിയമപരമായ ചട്ടക്കൂട് വെച്ച് നോക്കുമ്പോൾ ഉത്തരം അത്ര ലളിതമല്ല, അല്ലേ?